ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? കുറേ ദിവസമായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മസാലകൾ. മസാല ഒന്ന് ചൂടാക്കിയെടുക്കുക. മസാല പൊടിച്ചെടുക്കുക. സവാള അരിയാം. തക്കാളി അരിഞ്ഞ് വയ്ക്കാം. ചെറുതാക്കി അരിഞ്ഞ് അരിയിടാൻ വെള്ളം വയ്ക്കാം. 2 നാഴി അരിയാണ് എടുക്കുന്നത്. ഞങ്ങൾ 2 പേരുള്ളൂ ഇപ്പോൾ വീട്ടിൽ. വെള്ളം തിളച്ച് അരി കഴുകി ഇടാം. നന്നായി കഴുകി അരിപ്പയിലേക്ക് ഇടുക. വെള്ളം വാരാൻ അരി ഇട്ടു. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. 5 മിനിറ്റ് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ, മല്ലിച്ചപ്പ്. ചട്ടി വെച്ച് നെയ്യൊഴിച്ച് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് ചുമന്ന് വന്നാൽ ഓഫാക്കാം. ഇതുപോലെ ആയാൽ മതി. കുക്കർ വെച്ച് ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉള്ളി ഇട്ട് നന്നായി വഴറ്റുക. നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇടുക. നന്നായി വഴറ്റിയ തക്കാളി ഇടുക. നന്നായി വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ മസാല കുറച്ച് ഇട്ട് ചിക്കൻ ഇട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ടിളക്കുക. കുറച്ച് തൈര് ഒഴിക്കുക. നന്നായി ഇളക്കുക. ശകലം വിനാഗിരി. 2 വിസിലിന് കുക്കർ ഓഫ് ചെയ്യുക. കുക്കർ തുറന്നതിന് ശേഷം ഇല വെച്ച് അതിൻ്റെ മേലേക്ക് ചോറിടുക. പൊടിച്ചു വെച്ച പൊടികൾ ഇടുക. അരിഞ്ഞു വെച്ച മല്ലിയില ഇടുക. 1 വിസിലിന് ഓഫ് ചെയ്യുക. ബിരിയാണി റെഡി. തുറന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ കൂട്ടി ഇളക്കി, ഉള്ളിയെല്ലാം കൂട്ടി ഇളക്കി മിക്സ് ചെയ്യാം. എന്നാൽ കഴിച്ചാലോ? ബിരിയാണി വിളമ്പാം. കട്ടൻ ചായയും ബിരിയാണിയും കഴിക്കാം.